ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 3 പെൻസിലുണ്ട്, 4 പെന്നുണ്ട്. ഈ 3 പെൻസിലിൻ്റെയും 4 പെന്നിൻ്റെയും കൂടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 66 റുപ്പീസാണ്. അതേപോലെ 6 പെൻസിലിൻ്റെയും 3 പെന്നിൻ്റെയും കൂടെ ടോട്ടൽ കോസ്റ്റ് 72 റുപ്പീസാണ്. നമ്മളോട് പെന്നിൻ്റെയും പെൻസിലിൻ്റെയും ഇൻഡിവിജ്വൽ പ്രൈസ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം പെൻസിലിൻ്റെ പ്രൈസ് എക്സ് റുപ്പീസാണ് നമ്മൾ അസ്യൂം ചെയ്യും. അതേപോലെ പെന്നിൻ്റെ പ്രൈസ് വൈ റുപ്പീസാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. സോ നമ്മൾ പറഞ്ഞിട്ടുള്ള വെച്ചിട്ട് 3 പെൻസിലിൻ്റെയും 4 പെന്നിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് 66 റുപ്പീസാണ്. സോ നമ്മുടെ ഇക്വേഷൻ 3x പ്ലസ് 4y വാല്യൂ 66 ആണെന്ന് കിട്ടി. സോ നമ്മൾ അതിനെ ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുത്തിട്ടുണ്ട്. ദെൻ 6 പെൻസിലിൻ്റെയും 3 പെന്നിൻ്റെയും കൂടെയുള്ള പ്രൈസ് 72 റുപ്പീസാണ്. സോ 6x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 72 എന്ന് നമുക്ക് കിട്ടി. സോ നമ്മുടെ സെക്കൻഡ് ഇക്വേഷനായിട്ട് നമ്മൾ ഇതിനെ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനിലും സെക്കൻഡ് ഇക്വേഷനിലും എക്സിൻ്റെ കോഫിഷ്യൻ്റ് ഡിഫറെൻ്റ് ആണ്, വൈൻ്റെ കോഫിഷ്യൻ്റ് ഡിഫറൻസ് ആണ്. സോ നമ്മളിത് ഒന്നിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു കോഫിഷ്യൻ്റ് ഈക്വൽ ആവണം. എന്നിട്ട് ഒരു ഇക്വേഷന് രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ആ ഈക്വൽ ആയിട്ടുള്ള കോഫിഷ്യൻസ് ഈക്വൽ ആയിട്ടുള്ള വേരിയബിൾ ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ അങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാറ്. സോ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോഫിഷ്യൻ്റ് ഈക്വൽ ആണോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ, അതായത് നമ്മുടെ 3x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 66 എന്ന് പറഞ്ഞുള്ള ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6x പ്ലസ് 8y ഇസ് ഈക്വൽ ടു 132 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഇക്വേഷനെ നമ്മൾ തേർഡ് ഇക്വേഷനായിട്ട് എടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഓൾറെഡി സെക്കൻഡ് ഇക്വേഷൻ നമ്മുടെ കയ്യിലുള്ളത് 6x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 72 എന്നാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സിൻ്റെ കോഫിഷ്യൻ്റ് സെയിം ആണ്. സോ നമുക്ക് തേർഡ് ഇക്വേഷന് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യാം. എന്തുകൊണ്ട് തേർഡിൽ നിന്ന് 2 സബ്സ്ട്രാക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ തേർഡ് ഇക്വേഷനിലെ കോൺസ്റ്റൻ്റ് ആണ് വലുത് വരുന്നത്. സോ അത് എളുപ്പത്തിന് വേണ്ടി നമ്മൾ സബ്സ്ട്രാക്ഷൻ കുറച്ചുകൂടെ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേർഡിൽ നിന്ന് സെക്കൻഡ് കുറയ്ക്കുന്നത്. സെക്കൻഡിൽ നിന്ന് തേർഡ് കുറച്ചാലും ഇതേ ആൻസറിനാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 6x മൈനസ് 6x 0x വരും, 8y മൈനസ് 3y 5y വരും. സോ 132 മൈനസ് 72 60 വരും. സോ നമ്മുടെ ഇവിടെ കിട്ടുന്നത് 5y ഇസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ 60 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 12 എന്ന് കിട്ടും. സോ നമ്മുടെ വൈയുടെ വാല്യൂ 12 ആണ്. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 4 എന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 4ന് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, അതായത് 3x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 66 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3x പ്ലസ് 48, 4 × 12 ആണ്. സോ 48 കിട്ടും. 3x പ്ലസ് 48ൻ്റെ വാല്യൂ 66 ആണെന്ന് കിട്ടും. സോ 3xൻ്റെ വാല്യൂ 66 മൈനസ് 48 ദാറ്റ് ഈസ് 18 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ 18/3 ദാറ്റ് ഈസ് 6 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെൻസിലിൻ്റെ പ്രൈസ് 6 റുപ്പീസ് ആണെന്നും നമ്മുടെ പെന്നിൻ്റെ പ്രൈസ് 12 റുപ്പീസ് ആണെന്നും കിട്ടി. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത് ഇതാണ്, നമുക്കിത് കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് 4 പെന്നുണ്ട്, 3 പെൻസിലുണ്ട്. 4 പെന്നിൻ്റെയും 3 പെൻസിലിൻ്റെയും ടോട്ടൽ പ്രൈസ് വരുന്നത് 66 റുപ്പീസാണ്. അതേപോലെ 7 പെന്നിൻ്റെയും 3 പെൻസിലിൻ്റെയും കൂടെയുള്ള പ്രൈസ് 111, അതായത് 111 രൂപയാണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ പെൻസിലിൻ്റെയും പെന്നിൻ്റെയും പ്രൈസ് എത്രയാണ് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ പെന്നിൻ്റെ പ്രൈസ് എക്സ് റുപ്പീസാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതേപോലെ പെൻസിലിൻ്റെ പ്രൈസ് വൈ റുപ്പീസാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം 4 പെന്നിൻ്റെ പ്രൈസും 4 പെന്നിൻ്റെയും 3 പെൻസിലിൻ്റെയും ടോട്ടൽ പ്രൈസ് 66 റുപ്പീസാണ്. സോ 4x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 66 എന്ന് നമുക്ക് കിട്ടി. സോ അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുത്തു. ദെൻ നമ്മൾ 7x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 111 എന്ന് നമുക്ക് കിട്ടും. കാരണം 7 പെന്നിൻ്റെയും 3 പെൻസിൻ്റെയും കൂടെ പ്രൈസ് 111 രൂപയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളതിനെ ഇക്വേഷൻ്റെ ഫോമാറ്റിലേക്ക് മാറ്റി. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വൈൻ്റെ കോഫിഷ്യൻ്റ് രണ്ടിലും സെയിം ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഇക്വേഷന് ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യുന്നു. എന്തിനാ വെച്ചാൽ സെയിം ലോജിക്കാണ്, സെക്കൻഡിൻ്റെ കോഫിഷ്യൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ആണ് വലുത്. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ചെയ്തത്. ഫസ്റ്റ് മൈനസ് സെക്കൻഡ് ചെയ്താൽ രണ്ട് ഭാഗത്തും ഒരു മൈനസും രണ്ട് ഭാഗത്തും മൈനസും ഉണ്ടാവും. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ ആൻസറാണ് കിട്ടാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? 3xൻ്റെ വാല്യൂ 45 എന്ന് കിട്ടി. സോ എക്സിൻ്റെ വാല്യൂ 15 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഈ 4, അതായത് എക്സ് ഈസ് ഈക്വൽ ടു 15 എന്നുള്ളത് നമ്മൾ ഫോർത്ത് ഇക്വേഷനായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഫോർത്ത് ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് എക്സിൻ്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 × 15 ഇസ് ഈക്വൽ പ്ലസ് 4 × 15 പ്ലസ് 3y ഇസ് ഈക്വൽ ടു 66 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് 60 പ്ലസ് 3y ഇസ് ഈക്വൽ ടു 66.
അങ്ങനെയാണെങ്കിൽ 3y is equal to 66 minus 60, അതായത് 3yയുടെ വാല്യൂ നമുക്ക് 6 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ 6/3, ദാറ്റ് ഈസ് 2 ആണ് നമ്മുടെ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെന്നിൻ്റെ പ്രൈസ് 15 റുപ്പീസും പെൻസിലിൻ്റെ പ്രൈസ് 2 റുപ്പീസും ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 26 സെൻറ്റിമീറ്റേഴ്സ് ആണ്. മറ്റ് റെക്റ്റാങ്കിൾ ഉണ്ട്. നമ്മുടെ മറ്റേ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റത്തുള്ള റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തിൻ്റെ ട്വൈസ് ആണ് സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതേപോലെ സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡത്തിൻ്റെ 3 ടൈംസ് ആണ്. സോ അങ്ങനെയാണ് വരുന്നത്. ആ ഒരു സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 62 സെൻറ്റിമീറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മുടെ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം അസ്യൂം ചെയ്യും നമ്മുടെ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് L ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അതേപോലെ ബ്രെഡ്ത്ത് B ആണെന്നും നമ്മൾ അസ്യൂം ചെയ്യും. സോ നമുക്കറിയാം പെരിമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ് എന്ന ഇക്വേഷനാണ്. സോ 2 ഇൻറ്റു L പ്ലസ് ബിയുടെ വാല്യൂ 26 ആണ് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ കേസിൽ. അങ്ങനെയാണെങ്കിൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 26/2, ദാറ്റ് ഈസ് 13 എന്ന് കിട്ടി. സോ L പ്ലസ് ബി ഈസ് ഈക്വൽ ടു 13 നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് വരാം. ഇനി നമ്മുടെ സെക്കൻഡ് റെക്റ്റാങ്കിളിലേക്ക് വരുമ്പോൾ സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തിൻ്റെ 2 ടൈംസ് ആണ്. ബ്രെഡ്ത്ത് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്തിൻ്റെ 3 ടൈംസ് ആണ്. സോ 2 ഇൻറ്റു 12 പ്ലസ് 3bയുടെ വാല്യൂ 66 ആണ് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 12 പ്ലസ് 3bയുടെ വാല്യൂ 66/2, ദാറ്റ് ഈസ് 33 ആണ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമ്മളതിനെ സെക്കൻഡ് ഇക്വേഷനായിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ കോവിഷ്യൻ്റ് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ കോവിഷ്യൻ്റ് സെയിം ആക്കണം. ആ സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 പ്ലസ് 2b ഈസ് ഈക്വൽ ടു 26 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തേർഡ് ഇക്വേഷൻ ആയിട്ട് അസ്യൂം ചെയ്യുന്നുണ്ട്. 12 പ്ലസ് 2b ഈസ് ഈക്വൽ ടു 26 നമ്മുടെ തേർഡ് ഇക്വേഷൻ ആണ്. എന്നിട്ട് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ അതായത് 12 പ്ലസ് 3b ഈസ് ഈക്വൽ ടു 33 എന്ന് പറഞ്ഞ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള തേർഡ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യും. സബ്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ബ്രെഡ്ത്ത് ബിയുടെ വാല്യൂ 7 ആണെന്ന് നമുക്ക് കിട്ടും. ഈ ബിയുടെ വാല്യൂ 7 ആണെന്നുള്ളത് നമ്മൾ എന്താക്കും? ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഫസ്റ്റ് ഇക്വേഷൻ L പ്ലസ് ബി 13 ആണ്. ഇവിടെ നമ്മൾ ബിൻ്റെ വാല്യൂ 7 എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും? L പ്ലസ് 7 ഇസ് ഈക്വൽ 13 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലെങ്ത്തിൻ്റെ വാല്യൂ 13 മൈനസ് 7. സോ എല്ലിൻ്റെ വാല്യൂ നമുക്ക് 6 ആണെന്ന് കിട്ടി. സോ നമ്മുടെ ഒറിജിനൽ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്റേഴ്സും അതേപോലെ തന്നെ ബ്രെഡ്ത്ത് 7 സെൻറ്റിമീറ്റേഴ്സുമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്.